വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 2 ദിനവൃത്താന്തം 8-ാം അധ്യായം. കർത്താവിൻ്റെ ആലയവും തൻ്റെ കൊട്ടാരവും സോളമൻ പണി കഴിപ്പിച്ചതിൻ്റെ 20-ാം വർഷാവസാനം ഹീരാം സോളമന് നൽകിയിരുന്ന പട്ടണങ്ങൾ സോളമൻ പുനർനിർമ്മിച്ച് ഇസ്രായേലിയരെ അവിടെ പാർപ്പിച്ചു. അതിനുശേഷം സോളമൻ ഹാമാത്ത് സോബായിലേക്ക് പോയി അത് പിടിച്ചടക്കി. അവൻ മരുഭൂമിയിൽ തദ്മോറും ഹമാത്തിൽ അവൻ നിർമ്മിച്ചിരുന്ന എല്ലാ സംഭരണ നഗരങ്ങളും പുനർനിർമ്മിച്ചു. തുടർന്ന് അവൻ മുകളിലത്തെ ബേത്ത്ഹോറോൻ, താഴത്തെ ബേത്ത്ഹോറോൻ പട്ടണങ്ങളുടെ ചുറ്റുമതിൽ, കവാടങ്ങൾ, ഓടാമ്പലുകൾ എന്നിവയും നിർമ്മിച്ചു. കൂടാതെ ബാലാത്തും സോളമൻ ഉണ്ടായിരുന്ന സംഭരണ നഗരങ്ങൾ മുഴുവനും, രഥങ്ങൾക്കായുള്ള എല്ലാ പട്ടണങ്ങളും, കുതിരക്കാരുടെ പട്ടണങ്ങളും ഉൾപ്പെടെ ജെറുസലേമിലും ലെബനോനിലും തൻ്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും സോളമൻ പണിയാൻ ആഗ്രഹിച്ച കാര്യമെല്ലാം അവൻ നിർമ്മിച്ചു. ഇസ്രായേലിൽ നിന്നല്ലാത്ത ഹിത്തുകാർ, അമോറികൾ, പെരീസുകാർ, ഹിവ്യക്കാർ, ജബൂസുകൾ എന്നിവരിൽ നിന്ന് അവശേഷിച്ചിരുന്ന എല്ലാ ജനത്തെയും, അതായത് ഇസ്രായേലിയർ നശിപ്പിക്കാത്തവരായി ദേശത്ത് അവശേഷിച്ചിരുന്ന അവരുടെ മക്കളിൽ നിന്നുള്ളവരെ സോളമൻ അടിമവേലയ്ക്ക് വിധേയരാക്കി. ഇന്നുവരെ അവർ അങ്ങനെ തന്നെ. എന്നാൽ ഇസ്രായേലിയരിൽ നിന്ന് ആരെയും സോളമൻ അടിമവേലയ്ക്ക് ഏർപ്പെടുത്തിയില്ല. കാരണം അവർ യോദ്ധാക്കളും അവൻ്റെ ഉപസേനാ നേതാക്കന്മാരും അവൻ്റെ രഥത്തിൻ്റെയും കുതിരക്കാരുടെയും അധിപന്മാരുമായിരുന്നു. അവരായിരുന്നു സോളമൻ രാജാവിൻ്റെ പ്രധാന സേവകന്മാരായ 250 പേർ. അവർ ജനത്തിൻ്റെ മേൽനോട്ടം വഹിച്ചിരുന്നു. ഫറവോയുടെ മകൾക്ക് വേണ്ടി താൻ പണി കഴിപ്പിച്ചിരുന്ന ഭവനത്തിലേക്ക് സോളമൻ ദാവീദിന്റെ നഗരത്തിൽ നിന്ന് അവളെ കൊണ്ടുപോയി. കാരണം അവൻ പറഞ്ഞു, കർത്താവിൻ്റെ പേടകം വന്നിരിക്കുന്ന ഇടങ്ങൾ വിശുദ്ധമാകയാൽ എൻ്റെ ഭാര്യ ഇസ്രായേലിൻ്റെ രാജാവായ ദാവീദിൻ്റെ ഭവനത്തിൽ വസിക്കരുത്. പൂമുഖത്തിൻ്റെ മുൻപിൽ താൻ പണിയിച്ച കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ കർത്താവിനുള്ള ഹോമയാഗങ്ങൾ സോളമൻ അക്കാലത്ത് അർപ്പിച്ചിരുന്നു. കൂടാതെ മോശയുടെ കൽപ്പനയനുസരിച്ച് സാബത്തുകളിലും അമാവാസികളിലും വർഷത്തിലെ 3 നിശ്ചിത അവസരങ്ങളിലും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും അതത് ദിവസത്തെ കർമ്മപ്രകാരമുള്ള സമർപ്പണങ്ങളും തൻ്റെ പിതാവായ ദാവീദിന് നിശ്ചയപ്രകാരം പുരോഹിത ഗണങ്ങളെ അവരുടെ ജോലിക്കും ലേവായരെ അതത് ദിവസത്തെ ക്രമമനുസരിച്ച് പുരോഹിതന്മാരുടെ സമീപത്ത് സ്തുതിക്കാനും ശുശ്രൂഷിക്കാനുമുള്ള അവരുടെ ദൗത്യങ്ങൾക്കും കവാട സൂക്ഷിപ്പുകാരെ അവരുടെ ഗണങ്ങളായി ഓരോ കവാടത്തിനും അവൻ നിയമിച്ചു. കാരണം ഇങ്ങനെയായിരുന്നു ദൈവപുരുഷനായ ദാവീദിൻ്റെ കൽപ്പന. ഭണ്ഡാരങ്ങളെ സംബന്ധിച്ചും മറ്റെല്ലാ കാര്യങ്ങളെയും സംബന്ധിച്ചും പുരോഹിതന്മാർക്കും ലേവായർക്കുമുള്ള രാജകൽപ്പനകൾ അവർ അവഗണിച്ചില്ല. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അടിസ്ഥാനമിടുന്നത് മുതൽ അത് പൂർത്തീകരിക്കുന്നത് വരെയുള്ള സോളമൻ്റെ എല്ലാ പണികളും യാഥാർത്ഥ്യമായി. അങ്ങനെ കർത്താവിൻ്റെ ആലയം പൂർത്തിയായി. പിന്നീട് സോളമൻ എസ്യോൻ ഗേബറിലേക്കും ഏദോം ദേശത്തെ കടൽ തീരത്തുള്ള ഏലോത്തിലേക്കും പോയി. സ്വന്തം സേവകർ മുഖേന ഹീരാം അവന് കപ്പലുകളും കടലറിവുള്ള ജോലിക്കാരെയും അയച്ചു കൊടുത്തു. അവർ സോളമൻ്റെ ഭൃത്യന്മാരോട് കൂടെ ഓഫീറിലേക്ക് പോയി. അവിടെ നിന്ന് അവർ 450 താലന്ത് സ്വർണമെടുത്ത് സോളമൻ രാജാവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നു. 2 ദിനവൃത്താന്തം 9-ാം അധ്യായം. ഷേബ രാജ്ഞി സോളമൻ്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ടപ്പോൾ സോളമനെ പരീക്ഷിക്കാൻ ദുഷ്കരമായ ചോദ്യങ്ങളുമായി വലിയ പരിവാര സന്നാഹങ്ങളോടെ ജെറുസലേമിലേക്ക് വന്നു. ഒട്ടകങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും ഏറെ സ്വർണവും രത്നവും വഹിച്ചിരുന്നു. അവൾ സോളമൻ്റെ അടുക്കൽ വന്ന് തൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നതെല്ലാം അവനോട് പറഞ്ഞു. അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ അവളോട് മറുപടി പറഞ്ഞു. അവളോട് മറുപടി പറയാൻ കഴിയാത്ത വിധം ഒരു കാര്യവും സോളമനിൽ നിന്ന് മറഞ്ഞിരുന്നില്ല. സോളമൻ്റെ ജ്ഞാനവും അവൻ നിർമ്മിച്ച കൊട്ടാരവും അവൾ കണ്ടു. അവൻ്റെ മേശയിലെ ഭക്ഷണവും സേവകന്മാരുടെ വാസസ്ഥലവും അവൻ്റെ ഭൃത്യന്മാരുടെ പരിചരണ രീതിയും അവരുടെ വേഷവിധാനങ്ങളും അവൻ്റെ പാനപാത്രവാഹകരും അവരുടെ വേഷവിധാനങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അർപ്പിച്ച ഹോമയാഗങ്ങളും ഷേബ രാജ്ഞിയെ ചേതനയറ്റവളെ പോലെയാക്കി.
അവൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് നിന്റെ വിശേഷങ്ങളെക്കുറിച്ചും ജ്ഞാനത്തെപ്പറ്റിയും കേട്ട കാര്യം വാസ്തവമാണ്. ഞാൻ വന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നതുവരെ ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. ഇതാ, നിന്റെ ജ്ഞാനമാഹാത്മ്യത്തിൻ്റെ പകുതി പോലും എന്നോട് പറയപ്പെട്ടിരുന്നില്ല. ഞാൻ കേട്ടതിനുമുപരിയാണ് നിന്റെ പ്രശസ്തി. നിന്റെ ആളുകൾ ഭാഗ്യവാന്മാർ. നിന്റെ മുൻപിൽ സദാ നിൽക്കുകയും നിന്റെ ജ്ഞാനം കേൾക്കുകയും ചെയ്യുന്ന നിന്റെ ഈ സേവകന്മാരും ഭാഗ്യവാന്മാർ. നിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി രാജാവായിരിക്കാൻ നിന്നിൽ പ്രസാദിച്ച് അവിടുത്തെ സിംഹാസനത്തിൽ നിന്നെ ആക്കിയ നിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഇസ്രായേലിനെ താൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവരെ എന്നേക്കും സുസ്ഥിരരാക്കാനും അങ്ങനെ വിധിയും നീതിയും നടത്തിക്കൊടുക്കാനും നിന്റെ ദൈവം നിന്നെ അവരുടെ മേൽ രാജാവാക്കിയിരിക്കുന്നു. 120 താലന്ത് സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രത്നവും അവൾ രാജാവിന് കൊടുത്തു. ഷേബാരാജ്ഞി സോളമൻ രാജാവിന് കൊടുത്ത തരം സുഗന്ധദ്രവ്യം പിന്നീടൊരിക്കലും കണ്ടിട്ടില്ല. ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നിരുന്ന ഹീരാമിൻ്റെ സേവകന്മാരും സോളമൻ്റെ സേവകന്മാരും ചന്ദനത്തടികളും രത്നവും കൂടി കൊണ്ടുവന്നു. രാജാവ് ചന്ദനത്തടി കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്കും രാജകൊട്ടാരത്തിലേക്കുമുള്ള പടികളും ഗാനാലാപത്തിനുള്ള കിന്നരവും വീണകളും നിർമ്മിച്ചു. ഇതുപോലെ ഒന്നും മുമ്പൊരിക്കലും യൂദാദേശത്ത് കണ്ടിട്ടില്ല. ഷേബാരാജ്ഞിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം സോളമൻ രാജാവ് അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്തു. അത് അവൾ രാജാവിന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലായിരുന്നു. അവൾ തൻ്റെ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. സോളമന് ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണത്തിൻ്റെ തൂക്കം 666 താലന്ത് സ്വർണമായിരുന്നു. വ്യാപാരികളും വണിക്കുകളും കൊണ്ടുവന്നതിന് പുറമെ അറേബ്യയിലെ രാജാക്കന്മാരും ദേശാധിപതികളും സ്വർണവും വെള്ളിയും സോളമന് കൊണ്ടുവന്നിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ രാജാവ് 200 വലിയ പരിചകൾ ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 600 ശക്കൽ സ്വർണ്ണ തകിട് ഉപയോഗിച്ചിരുന്നു. അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് അവൻ 300 ചെറിയ പരിചകളും ഉണ്ടാക്കി. ഓരോ പരിചയ്ക്കും 300 ശക്കൽ സ്വർണം ഉപയോഗിച്ചിരുന്നു. രാജാവ് അവയെല്ലാം ലബനോൻ കാനന മന്ദിരത്തിൽ നിക്ഷേപിച്ചു. കർത്താവ് വലിയ ഒരു ദന്തസിംഹാസനം ഉണ്ടാക്കി. അതിൽ അവൻ ശുദ്ധ സ്വർണം പതിച്ചു. സിംഹാസനത്തിന് 6 പടികളും സ്വർണം കൊണ്ടുള്ള പാദപീഠവും ഉണ്ടായിരുന്നു. അവ സിംഹാസനത്തോട് ചേർത്ത് ഘടിപ്പിച്ചിരുന്നു. ഇരിപ്പിടത്തിൻ്റെ ഇരുവശത്തും കൈകളുണ്ടായിരുന്നു. 2 സിംഹങ്ങൾ കൈകളുടെ പാർശ്വത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഓരോ വശത്തുമുള്ള 6 പടികളിലായി 12 സിംഹങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു രാജ്യത്തും ഇങ്ങനെയൊന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ല. സോളമൻ രാജാവിൻ്റെ ഓരോ പാനപാത്രവും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. ലബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം ശുദ്ധ സ്വർണമായിരുന്നു. സോളമൻ്റെ കാലത്ത് വെള്ളി മൂല്യമുള്ള ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നില്ല. രാജാവിൻ്റെ കപ്പലുകൾ ഹീരാമിൻ്റെ ഭൃത്യന്മാരുമായി താർഷീഷിലേക്ക് പോകുമായിരുന്നു. 3 വർഷത്തിലൊരിക്കൽ കപ്പലുകൾ താർഷീഷിൽ നിന്ന് സ്വർണം, വെള്ളി, ദന്തം, കുരങ്ങുകൾ, മയിലുകൾ എന്നിവ കയറ്റി വരുമായിരുന്നു. അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും കാൾ വലിയവനായി. ദൈവം സോളമൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സന്നിധിയിൽ അണഞ്ഞിരുന്നു. അവർ ഓരോരുത്തരും തങ്ങളുടെ കാഴ്ചയായി സ്വർണ്ണപാത്രങ്ങൾ, വെള്ളിപ്പാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ആയുധങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, കുതിരകൾ, കോവർക്കഴുതകൾ എന്നിവ ആണ്ടുതോറും കൊണ്ടുവന്നിരുന്നു. സോളമന് കുതിരകൾക്കും രഥങ്ങൾക്കുമായി 4000 ലായങ്ങളും 12000 കുതിരക്കാരും ഉണ്ടായിരുന്നു. അവരെ അവൻ രഥനഗരങ്ങളിലും ജെറുസലേമിൽ രാജാവിനൊപ്പവും നിർത്തി. നദി മുതൽ ഫിലിസ്ത്യദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുമുള്ള എല്ലാ രാജാക്കന്മാരുടെയും മേൽ അധിപനായിരുന്നു സോളമൻ. രാജാവ് ജെറുസലേമിൽ കല്ലുകൾ പോലെ വെള്ളി സുലഭമാക്കി. ഷെഫേല താഴ്വരയിൽ സമൃദ്ധമായിരുന്ന സിക്കമോർ പോലെ ദേവദാരു അവൻ സംലഭ്യമാക്കി. ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിലും നിന്ന് സോളമന് കുതിരകളെ കൊണ്ടുവന്നിരുന്നു. സോളമൻ്റെ ആദ്യാവസാനമുള്ള പ്രവർത്തികളുടെ ശിഷ്ടഭാഗം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തങ്ങളിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും നെബോത്തിൻ്റെ പുത്രനായ ജെറോബോവാമിനെ കുറിച്ചുള്ള ദീർഘദർശി ഇദ്ദോയുടെ ദർശനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. സോളമൻ 40 വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ രാജാവായി വാണു.
അനന്തരം സോളമൻ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു. അവർ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു. അവൻ്റെ സ്ഥാനത്ത് സ്വപുത്രനായ റഹോബോവാം ഭരണമേറ്റു. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54 അധ്യായം. പ്രസവിച്ചിട്ടില്ലാത്ത വന്ധ്യയെ ആരവം മുതിർക്കുക, പ്രസവവേദന അനുഭവിച്ചിട്ടില്ലാത്തവളെ ആർത്തുപാടുക, ആഹ്ലാദിക്കുക. കാരണം ഏകാഗനിയുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളേക്കാൾ അധികം. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ കൂടാരസ്ഥലം വിസ്തൃതമാക്കുക, നിന്റെ വാസസ്ഥലത്തിൻ്റെ തിരശീലകൾ അവർ വിരിക്കട്ടെ, ആരും തടയാതിരിക്കട്ടെ. നിന്റെ കയറുകൾക്ക് നീളം കൂട്ടുക, നിന്റെ കുറ്റികൾ ഉറപ്പിക്കുക. കാരണം നീ ഇരുവശത്തേക്കും വ്യാപിക്കും. നിന്റെ സന്തതി പരമ്പര രാജ്യങ്ങൾ കൈവശമാക്കും, വിജയനഗരങ്ങൾ അവർ നിവാസ കേന്ദ്രങ്ങളാക്കും. ഭയപ്പെടേണ്ട, കാരണം നീ ലജ്ജിതയാവുകയില്ല. അപകർഷത വേണ്ട, കാരണം നീ അപമാനിതയാവുകയില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നിശ്ചയമായും നീ വിസ്മരിക്കും. നിന്റെ വൈധവ്യത്തിലെ നിന്ദനം നീ ഇനിമേൽ ഓർക്കുകയില്ല. കാരണം നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്നെ വീണ്ടെടുക്കുന്നവൻ. ഭൂമി മുഴുവൻ്റെയും ദൈവം എന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തയായ സ്ത്രീയെയും സന്തപ്ത മാനസയെയും എന്ന പോലെ, യൗവനത്തിലെ ഭാര്യ ഉപേക്ഷിക്കപ്പെടുമ്പോൾ എന്ന പോലെ കർത്താവ് നിശ്ചയമായും നിന്നെ തിരികെ വിളിച്ചിരിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. അല്പനേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, വലിയ ആർദ്രതയോടെ നിന്നെ ഞാൻ തിരികെ ചേർക്കും. കോപാധിക്യത്താൽ ഞാൻ എൻ്റെ മുഖം ക്ഷണനേരത്തേക്ക് നിന്നിൽ നിന്ന് മറച്ചുവെച്ചു. എന്നാൽ ശാശ്വതമായ കരുണയോടെ നിന്നോട് ഞാൻ ആർദ്രത കാണിക്കും എന്ന് നിന്നെ വീണ്ടെടുക്കുന്നവനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് എനിക്ക് നോഹയുടെ ജലം പോലെയാണ്. ഭൂമിക്ക് മീതെ നോഹയുടെ ജലം കവിഞ്ഞൊഴുകുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തതുപോലെ തന്നെ നിന്നോട് കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ഇല്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. എന്തെന്നാൽ മലകൾ അകന്നുപോയേക്കാം, കുന്നുകൾ ഇളകി മാറിയേക്കാം, എന്നാൽ എൻ്റെ കരുണ നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. നിന്നോട് ആർദ്രതയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു. പീഡിതയെ, മനസ്സുലഞ്ഞവളെ, ആശ്വസിപ്പിക്കപ്പെടാത്തവളെ, ഇതാ ഞാൻ നിന്റെ കല്ലുകളിൽ അഞ്ജനം പതിക്കുന്നു. ഇന്ദ്രനീലം കൊണ്ട് നിനക്ക് അടിസ്ഥാനമിടും. നിന്റെ താഴികക്കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും അരികുകളെല്ലാം രത്നം കൊണ്ടും നിർമ്മിക്കും. നിന്റെ പുത്രന്മാരെല്ലാം കർത്താവിനാൽ പ്രബോധിതരാകും. നിന്റെ പുത്രന്മാരുടെ ഐശ്വര്യം വലുതായിരിക്കും. നീതിയിൽ നീ സുസ്ഥാപിതയാകും. പീഡനത്തിൽ നിന്ന് അകലുക, എങ്കിൽ നീ ഭയപ്പെടുകയില്ല. മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല. അതുപോലെ തന്നെ ഭീകരതയിൽ നിന്നും അകലുക, എങ്കിൽ അത് നിന്നെ സമീപിക്കുകയില്ല. ഇതാ കലഹം ഇളക്കി വിടുന്നവൻ ഞാൻ ആയിരിക്കുകയില്ല. നിന്നോട് കലഹിച്ചവൻ നിന്റെ ചാരെ നിപതിക്കും. ഇതാ ഞാൻ തന്നെയാണ് തീക്കനലിൽ ഊതി തൻ്റെ പണിയായുധം നിർമ്മിച്ചെടുക്കുന്ന ഇരുമ്പ് പണിക്കാരനെ സൃഷ്ടിച്ചത്. ഞാൻ തന്നെയാണ് നശിപ്പിക്കാൻ നാശകനെയും സൃഷ്ടിച്ചത്. നിനക്കെതിരെ രൂപപ്പെടുത്തപ്പെട്ട ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ വിധി പ്രഖ്യാപിക്കുന്ന ഓരോ നാവിനെയും നീ കുറ്റം വിധിക്കും. ഇത് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകവും അവർക്കുള്ള എൻ്റെ നീതിയുമാണ്. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 5 അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങൾ. അനനിയാസ് എന്നു പേരുള്ള മനുഷ്യനും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി കൊണ്ടുവന്ന് അവൻ അപ്പസ്തോലന്മാരുടെ പാദത്തിങ്കൽ വെച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനോട് കള്ളം പറയാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയം നിറച്ചതെന്ത്? അത് ഉണ്ടായിരുന്നപ്പോൾ നിന്റേതായിരുന്നില്ലേ? വിറ്റപ്പോഴും നിന്റെ അധീനതയിലായിരുന്നില്ലേ? എന്തുകൊണ്ട് ഈ പ്രവൃത്തി നിന്റെ ഹൃദയത്തിൽ നീ നിരൂപിച്ചു? നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല, ദൈവത്തോടാണ്. ഈ വാക്കുകൾ കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണു മരിച്ചു. ഇത് കേട്ടവരെയെല്ലാം വലിയ ഭയം ഗ്രസിച്ചു. ചെറുപ്പക്കാർ എഴുന്നേറ്റ് അവനെ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. നടന്നതൊന്നും അറിയാതെ ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു. പത്രോസ് അവളോട് ചോദിച്ചു,
ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക. അവൾ പറഞ്ഞു, അതെ, ഈ തുകയ്ക്ക് തന്നെ. അപ്പോൾ പത്രോസ് അവളോട് പറഞ്ഞു, കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ തമ്മിൽ സമ്മതിച്ചതെന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ പാദങ്ങൾ വാതിലിനു പുറത്ത്. അവർ നിന്നെയും കൊണ്ടുപോകും. തൽക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ വീണു മരിച്ചു. ചെറുപ്പക്കാർ അകത്ത് പ്രവേശിച്ചപ്പോൾ അവളെ മരിച്ച നിലയിൽ കാണുകയും എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിക്കുകയും ചെയ്തു. സഭ മുഴുവനിലും ഇതു കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാ